വനിതാ ക്രിക്കറ്റിൽ ടെസ്റ്റ് എന്നത് വളരെ കുറച്ചു മാത്രം മത്സരങ്ങൾ നടക്കുന്ന ഫോർമാറ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിജയം ഇരട്ടി മധുരം പകരുന്നതാണ്. കഴിഞ്ഞ ദിവസം പുരുഷ ടീം T20 ലോകകപ്പ് ഉയർത്തി അഭിമാനമായി മാറിയപ്പോൾ വനിതാ ടീമും തങ്ങളുടെ കരുത്ത് കാണിച്ചിരിക്കുകയാണ്. രണ്ടിലും എതിരാളികൾ സൗത്ത് ആഫ്രിക്ക തന്നെ. ചെപ്പോക്കിലെ റണ്ണൊഴുകുന്ന പിച്ചിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ റെക്കോർഡ് ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 603 മുന്നോട്ട് വെച്ചപ്പോൾ ഇന്നിംഗ്സ് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിച്ചില്ല ടീം ഇന്ത്യ. ഷെഫാലി വർമ്മയുടെ ശരവേഗത്തിലുള്ള ഡബിൾ സെഞ്ചുറിയും സ്മൃതി മന്ദാന നേടിയ 149 റൺസും ചേർന്നപ്പോൾ ഇന്ത്യ വളരെ നിസ്സാരമായാണ് 600 മുകളിൽ സ്കോർ ഉയർത്തിയത്. മറുപടി ബാറ്റിങ്ങിൽ പക്ഷേ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒന്നാം ഇന്നിംഗ്സിൽ കാലിടറി. സ്നേഹ് റാണയുടെ ഓഫ് ബ്രേക്കിന് മുന്നിൽ സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് നിര കടപുഴകി വീണു. വെറും 266 റൺസ് എടുക്കുന്നതിനിടയിൽ അവരുടെ 10 വിക്കറ്റും വീണു. അതിൽ 8 നേടിയത് സ്നേഹ് റാണ, അല്ല ഇന്ത്യയുടെ സ്പിൻ റാണി. ആത്മവിശ്വാസത്തിൻ്റെ നെറുകയിൽ ടീം ഇന്ത്യ അവരെ ഫോളോ ഓൺ ചെയ്യാൻ അനുവദിച്ചു. പക്ഷേ ആ തീരുമാനം തെറ്റായിപ്പോയോ എന്ന് തോന്നിപ്പിച്ച നിമിഷമായിരുന്നു മൂന്നാം ദിവസം. ക്യാപ്റ്റൻ വോൾവാട്ടും മറ്റൊരു ബാറ്ററായ ലൂസും സെഞ്ചുറി അടിച്ച് ഇന്ത്യയെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. പക്ഷേ മത്സരത്തിൻ്റെ 4-ാം ദിവസം ഇന്ത്യ വീണ്ടും ബൗളിങ്ങിൽ ആഞ്ഞടിച്ചു. ഇന്ത്യ 7 ബൗളർമാരെ പരീക്ഷിച്ചപ്പോൾ അതിൽ 6 പേർക്കും വിക്കറ്റ് ലഭിച്ചു. അങ്ങനെ 373 സൗത്ത് ആഫ്രിക്കൻ വനിതകളുടെ ഇന്നിംഗ്സ് അവസാനമായി. വെറും 36 റൺസിൻ്റെ ലീഡ് നേടി ഇന്നിംഗ്സ് തോൽവി എന്ന മഹാനാണക്കേടിൽ നിന്ന് അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എങ്കിലും വെറും 9.2 ഓവറിൽ ഇന്ത്യൻ വനിതകൾ കളി ജയിച്ചു. 8 വിക്കറ്റുകൾ സ്വന്തമാക്കി കത്തിക്കയറിയ സ്നേഹ് റാണ തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ചും.